കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് തൊടുപുഴ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം മണ്ണിന്റെ ആരോഗ്യവും ജലസംരക്ഷണവും ഉറപ്പാക്കി കർഷകരുടെ ഭാവി സംരക്ഷണത്തിനായുള്ള കിസാൻ മേള ഏകദിന പരിപാടി കുമാരമംഗലത്ത് സമാപിച്ചു. രാവിലെ 10 മുതൽ NSS ഓഡിറ്റോറിയത്തിൽ നടന്ന കിസാൻ മേളയുടെ ഉദ്ഘാടനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്കിലെ മികച്ച CRPയായ മാത്യു ജോൺ മുഴുത്തേറ്റിനെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ S ആശ പദ്ധതി വിശദീകരണം നടത്തി. കുട്ടികളുടെ കാർഷിക ക്വിസ് മത്സരത്തിൽ 1ാം സ്ഥാനം കല്ലൂർ LP സ്കൂളിലെ ശാലിനി ഉണ്ണി, ശ്രീബാല S നായരും 2ാം സ്ഥാനം പെരുമ്പിള്ളിച്ചിറ സെന്റ് ജോസഫ് സ്കൂളിലെ KB അദീർത്തയും ഗൗരീനന്ദയും നേടി. 11 മുതൽ വാഴകൃഷിയും നൂതന സാങ്കേതിക വിളപരിപാലനം എന്ന വിഷയത്തിൽ തൃശൂർ കണ്ണാറ വാഴഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഗവാസ് രാഗേഷ് സെമിനാർ നയിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിൻസി മാർട്ടിൻ, PS ജേക്കബ്, വൈസ് പ്രസിഡന്റ് സിബിൻ വർഗീസ്, ഷമീന നാസർ, ലൈല കരീം, സജി ചെമ്പകശ്ശേരിൽ, സുനിത MP, മായ ദിനേശൻ, ജിൻഡു ജേക്കബ്, കർഷകർ, കുട്ടികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ കർഷകരുടെ കാർഷിക വിളകളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിവിധങ്ങളായ യന്ത്രോപകരണങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും, കിസാൻ ക്രെഡിറ്റ് കാർഡ് ബോധവത്കരണ ക്യാമ്പ്, വിള ആരോഗ്യ കേന്ദ്രം, PM കിസാൻ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയവ കിസാൻ മേളയുടെ ഭാഗമായി നടത്തപ്പെട്ടു. തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ TG ആര്യാമ്പ സ്വാഗതവും കുമാരമംഗലം കൃഷി ഓഫീസർ ആർദ്ര ആൻ പോൾ നന്ദിയും പറഞ്ഞു.